അങ്ങേക്ക് മഹത്വം. കർത്താവിനാൽ ഏറ്റവും അധികമായി സ്നേഹിക്കപ്പെടുന്നവരെ, ഒരു പുതിയ പ്രഭാതം കൂടി അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. എത്രായിരം മനുഷ്യർ ഈ കഴിഞ്ഞ രാത്രിയിൽ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നൊരു പുതിയ ദിവസം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധ ശിഷ്യന്മാരെ അവിടുന്ന് തിരഞ്ഞെടുത്തത് തന്നോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. തന്നോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടിയായി നാം പരിശുദ്ധ നോമ്പിൽ ഓരോ ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു വിഷയങ്ങളും ഇന്നലെ നാം വിചിന്തനം ചെയ്തത് ദൈവ സാന്നിധ്യ സ്മരണ നമുക്ക് അനിവാര്യമാണ്. ഈശ്വര ചിന്തയിലൊന്നേ അടിയന് ശാശ്വതം ഈ ഉലകിൽ. ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഏക സത്യം ദൈവമാണ്. ഇവയെല്ലാം കഴിഞ്ഞു പോകും. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിലെ സമസ്ത കാര്യങ്ങളും കടന്നു പോകും. എന്നാൽ നിലനിൽക്കുന്നവൻ ദൈവം മാത്രമാണ്. ഈശവാസം ഇതം സർവം. ലോകം മുഴുവനും ഈശ്വരൻ്റെ സാന്നിധ്യമാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ദൈവം ഏറ്റവും അധികമായി വസിക്കുന്നത് തുളസീദാസ് എന്ന കവി പറയുന്നത് തൻ്റെ കവിതയിൽ കലമാൻ അല്ലെങ്കിൽ കസ്തൂരിമാൻ മണം, അതിൻ്റെ മണം അന്വേഷിച്ച് അവിടെ ഇവിടെയെല്ലാം അലയുകയാണ്. അവിടെ പോയി മണപ്പിക്കുന്നു, ഇവിടെ മണപ്പിക്കുന്നു, പല സ്ഥലങ്ങളിലും മണപ്പിച്ച് നോക്കുന്നു. എവിടെ നിന്നാണ് ഈ കസ്തൂരിയുടെ മണം? അല്ല, അതുകൊണ്ട് അതങ്ങനെ മണപ്പിച്ച് പോകുമ്പോൾ അവസാനം കവി പറയുകയാണ്, ആ മണം നിന്നിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ സങ്കേതം, വാസം. അന്വേഷിക്കേണ്ടത് ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലാണ്. ദൈവത്തെ നാം അന്വേഷിച്ച് നമ്മുടെ ഹൃദയവും ദൈവവുമായി ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ഞാനും ദൈവവും ഒരു സാന്നിധ്യത്തിൻ്റെ അവബോധത്തിലാകും. എൻ്റെ ദൈവം എന്നിലും ഞാൻ എൻ്റെ ദൈവത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, നാം മനസ്സിലാക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവം വസിച്ചാൽ, ദൈവ സാന്നിധ്യമുണ്ടായാൽ എന്താണ് പ്രത്യേകത? തൊട്ടടുത്ത വാക്യം പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ, എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു കാരണവശാലും ജീവിതത്തിലെ ഒരു അസ്വസ്ഥതയും തകർച്ചയും ജീവിതത്തിൻ്റെ നഷ്ടമായി കാണുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളായി കണ്ട പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് ഇനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, മരണം എനിക്ക് നേട്ടമാണ്. ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ലാസറിൻ്റെ ഭവനത്തിൽ യേശു കടന്നു ചെന്നപ്പോൾ മാർത്തയും മറിയവും കൂടെ ഉണ്ടായിരുന്നു. മാർത്ത പലതിനെപ്പറ്റി വ്യഗ്രചിത്തയായിരുന്നു. മറിയമാകട്ടെ അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുവാൻ, തിരുസാന്നിധ്യ ബോധത്തിലായിരിക്കുവാൻ, സ്മരണയിൽ ആയിരിക്കുവാൻ അവൾ കർത്താവിനെ നോക്കിയിരുന്നു. അവൻ പറയുന്നത് കേട്ടു. അവൾ അനുഗ്രഹിക്കപ്പെട്ടു. മാർത്തയോട് കർത്താവ് പറഞ്ഞത്, മാർത്ത മാർത്ത, നീ പലതിനെപ്പറ്റിയും വ്യഗ്രചിത്തയാണ്. മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തൽ ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നതാണ്. കസ്തൂരിമാൻ അവിടെ എവിടെയും തൻ്റെ മണം, തന്നിലെ ആ പരിമളം അന്വേഷിച്ച് പുറപ്പെട്ട് അവസാനം തിരിച്ചറിയുന്ന കവി പറയുന്നു, നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം. ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയെങ്കിലും ദൈവത്തെ കണ്ടെത്താമെന്ന് വിചാരിച്ചത് കൊണ്ട് സാധിക്കുകയില്ല. യഥാതഥം ദൈവത്തെ അന്വേഷിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും തകർന്നു പോവുകയില്ല. ദൈവസാന്നിധ്യ സ്മരണ എപ്പോഴും ഉണ്ടാകണം.
ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ ചിന്തകൾ ഉടലെടുക്കും. നവീനമായ ആത്മീയ ആശയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഉത്തരം ദൈവം തന്നെ നൽകുന്നതായി കാണാൻ സാധിക്കും. നമ്മുടെ രോഗങ്ങളെപ്പറ്റി നമുക്ക് മറവി തന്നെ ഉണ്ടാകാം. രോഗം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. മറിച്ച് ദൈവസാന്നിധ്യ സ്മരണ നമ്മളെ ശ്രേഷ്ഠരാക്കി മാറ്റും. പ്രിയ ദൈവമക്കളെ, ദൈവസാന്നിധ്യത്തിലായിരിക്കുക. മറ്റെല്ലാം മറന്ന് ദൈവസാന്നിധ്യത്തിലായിരിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയിരിക്കുന്നതിൽ രേഖപ്പെടുത്തിയിരിക്കും. നാം എന്തിനു ഭയപ്പെടണം? അവിടുത്തെ സാന്നിധ്യത്തിൽ, ആ സാന്നിധ്യ സ്മരണയിൽ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ദൈവം എന്നെ നയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എന്നെ നടത്തുമെന്നുള്ള ചിന്ത നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഈ പരിശുദ്ധ നോമ്പ് ശാക്തീകൃതമായി തീരണമെങ്കിൽ നാം ഇപ്രകാരം ദൈവസാന്നിധ്യത്തിൽ ജീവിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.